എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 3 BHK ഒരു നില വീട് നോക്കുന്നവർക്ക്, വസ്തു കൂടുതലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീട് നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വീടും കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീടിരിക്കുന്ന 5 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 വലിയ ബെഡ്റൂം വരുന്നുണ്ട്, 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് നമുക്ക് 2 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 30 മീറ്റർ നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഈ വീട്ടിലോട്ടുള്ള ദൂരം വരുന്നുള്ളൂ. ഈ വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു നില വീടായിരുന്നാലും നമ്മുടെ ബഡ്ജറ്റ് വീടായിരുന്നാലും വാങ്ങാൻ നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ട് നോക്കുന്നതാണ് നമ്മുടെ വീടിൻ്റെ ക്വാളിറ്റിയും വീടിൻ്റെ വർക്കും. അപ്പോൾ അത് രണ്ടും നമുക്ക് ഒരുമിച്ച് വരുന്ന ഒരു വീടാണ് ഈ ഒരു വീട്. ഈ വീട് വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മച്ചയിലാണ്. മച്ചയിൽ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 30 മീറ്റർ നടന്നു വരാനുള്ള ദൂരം മാത്രമേ വരുന്നുള്ളൂ. വീട്ടിലോട്ട് വരുന്ന റോഡ് നമുക്ക് 4 മീറ്ററാണ് റോഡിൻ്റെ വീതി വന്നിട്ട്. ഫുൾ നമുക്ക് ടാർ ചെയ്തിട്ടുണ്ട്. ഈ വില്ലയ്ക്ക് ഏകദേശം 10 വീടുകൾ അടുപ്പിച്ച് നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നു ഒരു നില വീട്. അതിൽ 2 വീട് നമുക്ക് സോൾഡ് ആയിട്ടുണ്ട്. 2 വീട്ടിൽ നമുക്ക് ആൾ താമസം വരുന്നുണ്ട്. ബാക്കിയുള്ള വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലായ വേൾഡ് ഹൗസിൽ വരുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് നോക്കിയാൽ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ പുതിയ വീടിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നല്ല ഹൈ ക്വാളിറ്റി ഇൻ്റർലോക്കാണ് നമുക്ക് മുറ്റത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഹൗസ് സൈഡ് പെയിൻറ്റിങ് ആയിരുന്നാലും ഈ വീട്ടിൻ്റെ നമുക്ക് വർക്ക് ഫുള്ളും ശരിക്കും നല്ല പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളിട്ടാണ് നമ്മുടെ വീടിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. വീട്ടിൻ്റെ മതിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് എടുത്തിട്ടുള്ള വീടാണ്. അതുപോലെ നമുക്ക് ഗേറ്റ്, ഇവിടെ ഒരു സ്ലൈഡിങ് ഗേറ്റ് വരുന്നുണ്ട്, നമ്മുടെ ഒരു നോർമൽ ഗേറ്റും വരുന്നുണ്ട്. ഈ വീട് ചെയ്തിട്ടുള്ള വാസ്തു ബേസ്ഡായിട്ടാണ് വീട് ചെയ്തിട്ടുള്ള പടിഞ്ഞാറ് ദർശനമാണ് വീട് വരുന്നത്. വീട് ചെയ്തിരിക്കുന്ന 2 നിലയുടെ ബേസ്മെൻറ്റാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് അഡീഷണൽ മേഖലയിൽ വേണമെങ്കിൽ ഒരു നിലയോടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 49 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നമുക്ക് നെഗോഷ്യബിളാണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് ടെയിൽ, നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. മുറ്റത്ത് നമുക്ക് ചെറിയൊരു ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. കിണർ വന്നിട്ട് നമുക്ക് സൈഡിലാണ്. വീട്ടിൻ്റെ 3 ചുറ്റും നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ബാക്ക് സൈഡിലാണ് നമ്മുടെ വേസ്റ്റ് കുഴിയും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. സൈഡിലായിട്ടാണ് നമ്മുടെ കിണർ വരുന്നത്. ഈ വീട് ചെയ്തിരിക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് നമുക്കൊരു കണ്ടംപററി ഡിസൈനിലാണ് നമ്മുടെ വീടിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പെയിൻറ്റ്, ഹൗസ് സൈഡ് പെയിൻറ്റിങ് നല്ല പ്രീമിയം പെയിൻറ്റാണ്. നമ്മുടെ അൾട്ടിമാ പ്രൊട്ടക്റ്റും കാര്യങ്ങളാണ് നമുക്ക് ഹൗസ് സൈഡ് പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. അകത്ത് തന്നെ നല്ല ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റൗട്ട്. അത്യാവശ്യം വലിയൊരു സിറ്റൗട്ടാണ് വരുന്നത്. സിറ്റൗട്ടിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വിളിക്കുന്ന ടെസ്റ്റർ വർക്കാണ്. ടെയിൽ വന്നിട്ട് നമുക്ക് 4:2 മാറ്റ് ടെയിലാണ് വരുന്നത്. അപ്പോസ്റ്റ് വർക്കും വരുന്നുണ്ട്. ഫ്രണ്ട് വുഡ് ഫുള്ള് നമുക്ക് പ്ലാവാണ് വരുന്നത്. ക്ലിയർ പോളിഷാണ് വരുന്നത്. നമുക്കിവിടെ സിംഗിൾ പാളിയുടെ 2 ഡോറാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഹാള്. അതിവിശാലമായിട്ടുള്ള ഹാളാണ്. ഹാളിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. സ്പോൾ ലൈറ്റ് വരുന്നുണ്ട്, ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്, പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. അകത്തെ കളറെല്ലാം തന്നെ നമുക്ക് നല്ല ലൈറ്റ് കളറാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ TV യൂണിറ്റിൻ്റെ ഏരിയ. വലിയൊരു TV വരെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റ് ഏരിയയാണ് വരുന്നത്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. വീട്ടിൻ്റെ ഹാളിൽ നമുക്ക് മനോഹരമായിട്ട് തന്നെ ഫാൻസി ലൈറ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ വലിയ രീതിയിൽ തന്നെ ടെസ്റ്റർ വർക്കും ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന വി ഗാർഡാണ്. സ്വിച്ച് എല്ലാം വന്നിട്ട് LISൻ്റെ സ്വിച്ചാണ് വരുന്നത്. 3 ഫേസാണ് നമ്മുടെ കണക്ഷൻ വന്നിട്ട്. CCTVയുടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. 2 നിലയ്ക്കുള്ള പേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ വന്നിട്ട്. അത്യാവശ്യം വലിയൊരു ഡൈനിങ് ഇടാൻ പറ്റിയ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയയാണ് വരുന്നത്. നമുക്കിവിടെ വലിയൊരു ഓപ്പൺ കിച്ചണും വരുന്നുണ്ട്. നമുക്കിവിടെയും വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കബോർഡ് വർക്കിൽ വാഷ് ബേസിൽ ഫിറ്റിങ്സ് ഉപയോഗിച്ചിരിക്കുന്ന ഫുൾ നമുക്ക് സെറയാണ്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. കബോർഡ് വർക്കിൽ ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. കബോർഡ് വർക്കിന് ഉപയോഗിക്കുന്ന ബോർഡെല്ലാം നല്ല പ്രീമിയം ബോർഡിട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വന്ന് കാണുമ്പോഴേ ഈ വീടിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്താൻ പറ്റും. ഹാളിൽ നിന്നും വരുന്ന ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ കാണുന്ന ബെഡ്റൂം. അകത്തെ ഡോറെല്ലാം നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. അകത്തെ ഡോറെല്ലാം പ്ലാവാണ് വരുന്നത്. ഈ കാണുന്ന ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 12x12 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. സെൻട്രൽ ചുവരിൽ വലിയൊരു ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 4 സീലിംഗ് വരുന്നുണ്ട്. നമുക്ക് അകത്തെ ബെഡ്റൂമിലെ കളറെല്ലാം ലൈറ്റ് കളറാണ് വരുന്നത്. 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂം നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കബോർഡ് വർക്ക്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. 2 കളർ കോമ്പിനേഷനിലാണ് നമ്മുടെ കബോർഡ് വർക്കിൻ്റെ പെയിൻറ്റിങ് വരുന്നത്. ഈ കാണുന്ന ഏരിയ നമുക്കൊരു ഡ്രസ്സിംഗ് റൂമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റും ഗ്ലാസും മിറർ എല്ലാം തന്നെ വരുന്നുണ്ട്. ഇതിനോട് ചേർന്നാണ് നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നത്.
ഇതാണ് നമ്മുടെ വാഷ്റൂമും, വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഫിറ്റിംഗ്സിന് ഉപയോഗിച്ചിരിക്കുന്ന ഫുൾ നമുക്ക് സെറയാണ്, ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. നല്ല മാറ്റ് ടൈൽ, നല്ല ഗ്രിപ്പുള്ള മാറ്റ് ടൈലാണ് നമുക്ക് ഫ്ലോർ ടൈലിനായിട്ട് വാഷ്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 12x11 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. സെൻറ്റർ ടേബിളിൽ നമുക്കൊരു റോയൽ പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിലും കബോർഡ് വർക്കിൽ വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സിന് വെച്ചിരിക്കുന്ന ഫുൾ നമുക്ക് സെറയാണ്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസും 13x11 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് സെൻട്രൽ ചെവിലിൽ വലിയൊരു ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂം നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അകത്തെ ഡോറുകളെല്ലാം പ്ലാവാണ്, ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. അത്യാവശ്യം വലിയൊരു വാഷ്റൂമാണ്. വാഷ്റൂമിലെ ഫിറ്റിംഗ്സിന് വെച്ചിരിക്കുന്ന സെറയാണ്. ഈ വീടിൻ്റെ ബാക്കി ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയാൻ വേണ്ടി നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എത്ര രൂപ ബഡ്ജറ്റിൻ്റെ വീടായിരുന്നാലും നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഡീറ്റെയിൽ വാട്സപ്പ് ചെയ്യുന്നതാണ്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് ഓപ്പൺ കിച്ചണാണ്. വലിയൊരു ഓപ്പൺ കിച്ചണാണ്. കിച്ചണോട്ട് വരുന്നിടത്ത് വലിയൊരു പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. നമ്മുടെ കബോർഡ് വർക്കിൽ വലിയൊരു പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഫോട്ടോസോ ഫ്ലവേഴ്സോ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ വുഡിൻ്റെ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ പോളിഷ് അടിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ വരുന്നുണ്ട്. കിച്ചണിൽ തന്നെ നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിലെ കബോർഡ് വർക്കിലെ കളർ വന്നിട്ട് 2 കളർ കോമ്പിനേഷനിലാണ് നമ്മുടെ കബോർഡ് വർക്ക് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചണിലെ ഫിറ്റിംഗ്സിന് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് സെറയാണ്. ഇവിടെ ഫുള്ള് നമുക്ക് ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത്. കബോർഡിൽ നമുക്ക് ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത്. അകത്ത് സാധനങ്ങൾ വെച്ചിരുന്നാലും നമുക്ക് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. കിച്ചണിലെ ഫ്രിഡ്ജിൻ്റെ സ്പേസ് വന്നിട്ട് ഈ കാണുന്ന സ്പേസിലാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സ്പേസ് വന്നിട്ട്. ഇവിടെ നമുക്ക് കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും വരുന്നുണ്ട്. വർക്ക് ഏരിയ നമുക്ക് വാഷ് ബേസിനും വരുന്നുണ്ട്. നമുക്കിവിടെ പുകയില, ആലുവടുപ്പോ, ഗ്യാസ് സ്റ്റവോ എന്തുവേണോ നമുക്ക് ചെയ്യാൻ പറ്റും. കിച്ചണിൽ നിന്ന് വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം ഒരു സ്റ്റോർ റൂമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള സ്പേസ് ബാക്കിൽ വരുന്നുണ്ട്. നനകല്ല് വരുന്നുണ്ട്. ബാക്കിലാണ് കിണർ വരുന്നത്. വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ഈ കാണുന്ന സ്പേസിലാണ് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വന്നിട്ട്. ഈ വീടിരിക്കുന്ന 5 സെൻറ്റ് ആയതുകൊണ്ട് വീടിൻ്റെ 3 ചുറ്റും നമുക്ക് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ കിണർ. കിണറ്റിൽ ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട്. ഇവിടെ നമുക്ക് വാട്ടർ കണക്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ്. ഈ വീടിരിക്കുന്നത് നമുക്ക് 5 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 വലിയ ബെഡ്റൂമോട് കൂടിയ വീടാണ്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. വീട്ടിൽ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വാസ്തു ബേസ്ഡായിട്ട് നമുക്ക് കിച്ചൺ ആയിരുന്നാലും ഏകദേശപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വാസ്തു ബേസ്ഡായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പടിഞ്ഞാറ് ദർശനമാണ് വരുന്നത്. വീട്ടിൻ്റെ ഫ്രണ്ട് വുഡ് ഫുള്ളും വന്നിട്ട് നമുക്ക് പ്ലാവാണ്. അകത്തെ ഡോറുകളെല്ലാം തന്നെ പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം ക്ലിയർ പോളിഷാണ് വരുന്നത്. വീടിൻ്റെ മുറ്റത്ത് നമുക്ക് 2 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയ വരുന്നുണ്ട്. വീടിൻ്റെ മുറ്റത്ത് നമുക്ക് നല്ല സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം ഗാർഡൻ വർക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല സ്പേസ് വരുന്നുണ്ട്. ഈ വീടിലേക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് പ്രാവച്ചമ്പലം മച്ചയിൽ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 30 മീറ്റർ നടന്നു വരുന്നുള്ള ദൂരം മാത്രമേ വരുന്നുള്ളൂ. ഈ വീടിരിക്കുന്നത് നമ്മുടെ വില്ല തുടങ്ങുന്ന ഫസ്റ്റ് വീടാണ്. ഈ വില്ലയ്ക്ക് ഇത് വേറെയും കുറച്ച് വീട് നമുക്ക് കൊടുക്കാനുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ വേൾഡോസിൽ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതേപോലെ നമ്മുടെ ബഡ്ജറ്റായിട്ടുള്ള വീടുകളും ലോ ബഡ്ജറ്റ് വീടും ഹൈ ബഡ്ജറ്റ് വീടുകളും എല്ലാം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടിൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറായ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഡീറ്റെയിൽ അയച്ചിരുന്നതാണ്. ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ പോകാൻ നമുക്ക് 11 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് എയർപോർട്ട് പോകാൻ 15 കിലോമീറ്ററാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 49 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തെന്തായാലും നമുക്ക് പുതിയൊരു വില്ല പ്രോജക്റ്റ് ഇടണം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.